ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി മഞ്ജു പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണനോട് പറയുമ്പോൾ അവൾ സ്വന്തം കാലിൽ നിന്നും ജീവിക്കട്ടെ എന്നും എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങുന്ന മേഘൻ അവൾക്ക് സ്വസ്ഥത കൊടുക്കില്ല, മഞ്ജുവിന് കൊടുക്കാനുള്ളതൊക്കെ എന്നായാലും ഞാൻ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഉണ്ണിക്ക് കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ മഞ്ജുവിനാണ് കൊടുക്കേണ്ടത്. കാരണം അവളിപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഉണ്ണിക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു നന്ദിയും ഇല്ല എന്ന് മഹി പറയുമ്പോൾ തനിക്ക് എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം എന്ന് പറയുന്നുണ്ട് കണ്ണൻ. ഇപ്പോൾ അതിലും പ്രധാനം എൻ്റെ ഹെൽത്ത് ആണെന്ന് കണ്ണൻ പറയുമ്പോൾ തോമസ് സാറ് നല്ല പ്രതീക്ഷയിലാണെന്ന് മഹി പറയുന്നതും ആ സിദ്ധയായിട്ടുള്ള അമ്മ പറഞ്ഞ വാക്കുകളും ഇതുവരെ സത്യമാകാതിരുന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്തായാലും നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഹണിമൂൺ ട്രിപ്പാണ് പോകുന്നതെന്നും പല സ്ഥലങ്ങളിലേക്കും പോകണമെന്നും കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നല്ല ഉറക്കത്തിലായിരുന്ന ഉണ്ണിയെ അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. തുടർന്ന് കരുണ പറയുന്നുണ്ട്, ആ അയ്യപ്പ വിഗ്രഹം ഇന്ന് രാത്രി തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റണം, എങ്കിലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കൂ എന്ന് പറയുമ്പോൾ അയ്യപ്പനെ തൊട്ട് കളിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മണ്ഡലകാലം കൂടിയാണ്, അയ്യപ്പ സ്വാമിക്ക് ശക്തി കൂടുന്ന മാസം. ഏട്ടനാണെങ്കിൽ മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിരിക്കുകയാണ്. ഏട്ടത്തി വ്രതവും പൂജയൊക്കെ ആയിട്ട് ഏട്ടൻ്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇത് വേണോ കരുടേ, നമുക്ക് അവരെ തോൽപ്പിക്കാനായിട്ട് മറ്റെന്തെങ്കിലും ചെയ്താൽ പോരെ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്, അത് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ കുഞ്ഞു പോയതിൻ്റെ വേദന എന്നെ വിട്ട് പോയിടണമെങ്കിൽ ആ അയ്യപ്പ വിഗ്രഹം അവളിൽ നിന്നും നഷ്ടപ്പെടണം. അത് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലിരിക്കുന്ന അവളെ എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം മഹിയാണെങ്കിൽ ഉണ്ണിയും കരുണയും ചേർന്ന് തൻ്റെ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാൻ പോകുന്നു എന്നുള്ള കാര്യം അയ്യപ്പൻ തന്നെ മഹിക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാണ് മഹി ചെയ്യുന്നത്. അപ്പോൾ എന്താ മഹി എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ ഞാനൊരു ദുസ്വപ്നം കണ്ടു കണ്ണേട്ടാ, കരുണയും ഉണ്ണിയും ചേർന്ന് എൻ്റെ അയ്യപ്പ വിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നതായിട്ട്, അയ്യപ്പ സ്വാമി എന്നെ വിട്ടു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. എൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളും ദുരന്തങ്ങളും ഒക്കെ മുൻകൂട്ടി കാണിച്ചു തരുന്നത് എൻ്റെ അയ്യപ്പ സ്വാമിയാണെന്നെല്ലാം മഹി വിഷമത്തോടു കൂടി പറയുമ്പോൾ എല്ലാം തൻ്റെ തോന്നലായിരിക്കും മഹി, തൻ്റെ അയ്യപ്പന് ഒന്നും സംഭവിക്കില്ല, താൻ സമാധാനമായിട്ട് കിടക്കാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിയെ ആശ്വസിപ്പിക്കുന്നു. ഇതേ സമയം പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതായത് ഉണ്ണിയും കരുണയും കൂടി ആ അയ്യപ്പ വിഗ്രഹം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ദൂരെ എവിടെയെങ്കിലും അത് ഏറ്റുവാങ്ങിയിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ നിൽക്കുന്നത്. അങ്ങനെ ഉണ്ണിയും കരുണയും ചേർന്ന് ആ അയ്യപ്പ വിഗ്രഹം അവിടെ നിന്നും എടുക്കുന്നു. കാരണം ആ അയ്യപ്പ വിഗ്രഹത്തിൽ തൊടുമ്പോൾ തന്നെ പ്രകൃതിയിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഇടിമിന്നലും കാറ്റും ഒക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ണിയും കരുണയും ചേർന്ന് ആ അയ്യപ്പ വിഗ്രഹം പ്രതാപനും മുത്തശ്ശിക്കും കൈമാറാണ്. അവളുടെ പ്രിയപ്പെട്ട ഭഗവാൻ ആയതുകൊണ്ട് തന്നെ ഇത് കളയാൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സമുണ്ടാകുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. നാളെ അവൾ തൊഴാനായിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അയ്യപ്പ വിഗ്രഹം അവിടെ ഉണ്ടാവില്ല. അവളെ അങ്ങനെ തനിക്ക് പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് അവളും അറിയണമെന്നെല്ലാം കരുണ പറയുമ്പോൾ ആ അയ്യപ്പ വിഗ്രഹം അവളിൽ നിന്നും പോകുന്നതോടുകൂടി തന്നെ അവളുടെ ശക്തി ക്ഷയിക്കും, അവളുടെ ദൈവിക ചൈതന്യം ഇല്ലാതാകും. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ഉണ്ണിയോടും കരുണയോടും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ആ അയ്യപ്പ വിഗ്രഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കുന്നതിനായിട്ട് അവരത് കൊണ്ടുപോകുന്നു. തിരിച്ച് കരുണയും ഉണ്ണിയും കമലേശ്വരത്ത് എത്തുന്നുണ്ട്. ഉണ്ണി വീണ്ടും പറയുന്നുണ്ട്, അയ്യപ്പ വിഗ്രഹമാണ് നമ്മൾ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് കരുണേ, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ തിരിച്ചടികൾ നമുക്ക് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഉണ്ണിയേട്ടാ, ആ അയ്യപ്പ വിഗ്രഹം പോയതോടുകൂടി മനസ്സിനിപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം ഉണ്ടാവുന്നത്, അവൾക്കിനി നമ്മുടെ മുന്നിൽ തോറ്റു നിൽക്കുന്നത് നമുക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ട് കരുണ ഇങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത ഉടനെ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് അയ്യപ്പനെ തൊഴുത്, അപ്പോൾ അയ്യപ്പന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്കയാണ് മഹിക്കുള്ളത്. അപ്പോൾ വേഗം തന്നെ ആ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് മഹി വരുന്നുണ്ട്. അപ്പോൾ അവിടെ അയ്യപ്പൻ ഇരിക്കുന്നത് കാണുമ്പോൾ ശ്വാസം നേരെ വീഴുന്നുണ്ട് കേട്ടോ മഹിക്ക്. അപ്പോൾ ഇതേ സമയം കണ്ണനും വന്നിട്ട് തനിക്കിപ്പോൾ സമാധാനമായല്ലോ, തൻ്റെ അയ്യപ്പ വിഗ്രഹം ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അങ്ങനെയൊന്നും എൻ്റെ അയ്യപ്പ സ്വാമി എന്നെ വിട്ടു പോകില്ല കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അപ്പോൾ ഇതേ സമയം ഉണ്ണി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ആ അയ്യപ്പ വിഗ്രഹം അവിടെ ഇരിക്കുന്നത് കണ്ട് ശരിക്കും ഞെട്ടാണ് കേട്ടോ. കാരണം താനും കരുണയും കൂടിയിട്ടാണ് പിറ്റേ ദിവസം ആ അയ്യപ്പ വിഗ്രഹം എടുത്തിട്ട് മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് അത് കളയാനായിട്ട്. അപ്പോൾ അതേ അയ്യപ്പ വിഗ്രഹം ആ സ്ഥാനത്ത് ഇരിക്കുന്നത് കണ്ട് ശരിക്കും
സ്തബ്ധനായിട്ട് നിന്ന് പോവാണ് ഉണ്ണി. അപ്പോൾ ഉണ്ണിയുടെ ആ ഞെട്ടൽ കാണുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും ആണെങ്കിൽ എന്തോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ എന്താ ഉണ്ണി നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി നേരെ കരുണയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ പറയുന്നു. കരുണ, ഞാൻ പറഞ്ഞില്ലേ ആ അയ്യപ്പ വിഗ്രഹം സാധാരണ ഒന്നല്ല എന്ന്, അതിന് ജീവനുള്ളതാണെന്ന്. അപ്പോൾ നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ഒന്നും അത് വിശ്വസിച്ചില്ല. നമ്മൾ ഇന്നലെ കളയാനായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തുവിട്ട അയ്യപ്പ വിഗ്രഹം അത് ഇപ്പോഴും അയ്യപ്പ ക്ഷേത്രത്തിലുണ്ട് എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് കരുണയും ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ തവണയാണ് ആ അയ്യപ്പ വിഗ്രഹം തിരികെ വന്നിരിക്കുന്നത് എന്നും ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ണിയേട്ടാ? ഞാൻ എന്തായാലും അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇനി അവർക്കത് കളയാൻ പറ്റിയിട്ടുണ്ടാവില്ലേ, അവർ തന്നെയാണോ തിരിച്ചു ഇവിടെ കൊണ്ടുവച്ചത് എന്നെല്ലാം കരുണ ഇങ്ങനെ സംശയിച്ച് കരുണ പ്രതാപനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ശേഷം എന്താ വെച്ചാൽ ഇന്നലെ ഉണ്ടായത്, നിങ്ങൾ ആ അയ്യപ്പ വിഗ്രഹം കൊണ്ടുപോയി കളഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മോൾ ഒന്നും ചോദിക്കല്ലേ. ഇന്നലെ ഞാനും മോളുടെ മുത്തശ്ശിയും കൂടിയിട്ട് ആ അയ്യപ്പ വിഗ്രഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാനായിട്ട് പോവുമായിരുന്നു. ആ സമയത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ല, ആ മാർക്കു ഇല്ലേ അവൻ വന്നു. അവൻ ഞങ്ങൾക്ക് കണക്കിന് തന്നു. ആ അയ്യപ്പ വിഗ്രഹം അവൻ ഞങ്ങളുടെ നിന്നും എടുത്തുകൊണ്ട് പോയി എന്ന് പ്രതാപൻ പറയുന്നത് കേട്ട് നടന്ന കാര്യങ്ങളെല്ലാം പ്രതാപൻ കരുണയോട് പറയുന്നു. അപ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. നമ്മൾ കരുതുന്നത് പോലെ അവൻ ഒരു സാധാരണ മനുഷ്യനല്ല മോളെ. എന്തോ ഒരു ദിവ്യശക്തി അവനുണ്ട്. അല്ലെങ്കിൽ അന്ന് ആരും അറിയാതെ ഗുണ്ടകളെ വിട്ട് നമ്മളെ ലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയില്ലേ, അന്നും അവൻ എത്തിയാണ് ലക്ഷ്മിയെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. ഇതും നമ്മൾ ഇരു ചെവിയേറിയാതെയല്ലേ ചെയ്യാൻ നോക്കിയത്. മോൾക്കും മോളുടെ മുത്തശ്ശിക്കും എനിക്കും ഉണ്ണിമോനും മാത്രമല്ലേ ഇതറിയാമായിരുന്നുള്ളൂ. എന്നിട്ടും അവൻ എങ്ങനെ കൃത്യസമയത്ത് എത്തി? എനിക്ക് തോന്നുന്നത് അവൻ അയ്യപ്പൻ്റെ പ്രതിരൂപമാണെന്ന് തന്നെയാണ്. ഇനി എന്തായാലും അയ്യപ്പനെ തൊട്ടുള്ള ഒരു കളി വേണ്ട മോളെ എന്ന് പ്രതാപൻ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന കരുണയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ മെഗാ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്